പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് നമസ്കാരം. വെളുത്തു തുടുത്ത മുഖം, മനോഹരങ്ങളായ കണ്ണുകൾ, തുമ്പിത്തിരി പൊട്ടിയ പല്ലുകാട്ടിയുള്ള പുഞ്ചിരി, വെളുത്ത് സാരി ഉടുത്ത രൂപം. ആദ്യ നോട്ടത്തിൽ തന്നെ രാജിയിൽ അനുരക്തനായി പോയതിൽ ജിമ്മിന് അതിശയമില്ല. പടിഞ്ഞാറൻ നാടുകളിൽ കാണാൻ കഴിയാത്ത ശാലീന സൗന്ദര്യമായിരുന്നല്ലോ രാജിയുടേത്. അവളൊരു കുസൃതി ചോദ്യം ചോദിച്ച് ഒന്ന് നോക്കിയതേയുള്ളൂ, അയാളുടെ മനസ്സ് കുതികുത്തിപ്പോയി. ബാലിശ്യമാണെന്ന് കേൾക്കുന്നവർക്ക് തോന്നും, പക്ഷെ സത്യമല്ലേ? പ്രണയത്തിലായിരിക്കുമ്പോൾ ആ ഒരു നോട്ടം മതി, അതിൻ്റെ ഒരു മിന്നലിൽ ഒരു ജന്മം മുഴുവൻ കഴിയാൻ പറ്റും എന്ന് നമുക്കൊക്കെ തോന്നിയിട്ടില്ലേ? സുഭദ്രയമ്മ അശോകൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ജിമ്മിനോട് അന്വേഷിക്കുമ്പോൾ സരസ്വതിയമ്മ അശോകനെ കൊണ്ട് രാജിയെ കല്യാണം കഴിപ്പിക്കാനുള്ള ശ്രമം തുടങ്ങിയതായി ജിം മനസ്സിലാക്കുന്നു. വായിക്കാം. അവകാശികളുടെ 2-ാം ഖണ്ഡം 4-ാം ഭാഗം 1-ാം അധ്യായം. കാല് കീഴ്പോട്ടിട്ട് തൂണിൻ ചാരി ചവിട്ടുകല്ലിൻ്റെ തിണ്ണമേൽ അലസമായിരുന്നു ജിം ഹോപ്പ്മാൻ. താടിയും മീശയും തലോടി വിദൂരതയിലേക്ക് നോക്കിക്കൊണ്ട്. പോർച്ചിലെ വെളിച്ചം മുറ്റത്ത് കൈക്കുമ്പിളിലെടുത്ത വെള്ളം പോലെ തങ്ങി നിൽക്കുന്നു. അതിനപ്പുറം ഇരുട്ടാണ്. ഗേറ്റിലെ വിളക്കുകൾ കെടുത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഉദ്യാനത്തിലെയും കരിഞ്ഞ പന്തങ്ങൾ പോലെ നിൽക്കുന്ന വിശറിപ്പനകൾക്കിടയിലൂടെ ആകാശം കാണാം, ഏതാനും ചില നക്ഷത്രങ്ങളും. കാറ് ഷെഡിൽ കയറ്റിയിട്ട് ശ്രീധരമേനോൻ്റെ ഡ്രൈവർ ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞു. മുത്തുവിനെയും കാണാനില്ല. പുറത്ത് ആരും തന്നെയില്ല. ശ്രീധരമേനോനും രാജിയുടെ അമ്മയും ഗ്രാൻഡ്പാ കുറുപ്പിൻ്റെ സമീപത്താവും. രവിയും ഉറങ്ങിക്കഴിഞ്ഞുവെന്ന് തോന്നുന്നു. വീടിനുള്ളിൽ അനക്കവും ഒച്ചയുമില്ല. പുറത്തും പരിചയം കൊണ്ട് ശ്രദ്ധിക്കാതായ ചീവീടുകളുടെ കരച്ചിലൊഴിച്ചാൽ അന്തരീക്ഷം നിശബ്ദമാണ്. ഈ നിശബ്ദത താൻ ഇഷ്ടപ്പെടുന്നു. എങ്കിലും അടുത്തെവിടെയെങ്കിലും ഒലിച്ചുകൊണ്ടിരിക്കുന്ന ഒരരുവിയുടെ മർമ്മരം കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആശിച്ചു പോകുന്നു. എന്നാൽ കാഴ്ച ബംഗ്ലാവിൻ്റെ സമീപത്തുള്ള ജാപ്പനീസ് ടീ ഗാർഡനിൽ ചെന്നിരിക്കുന്ന പ്രതീതി കൈവന്നേനെ. സാൻ ഫ്രാൻസിസ്കോയിലെ ജീവിതത്തിൽ ആകെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു സംഗതി അവിടെ ചെന്നിരിക്കലാണ്. നവംബറിലെ തണുപ്പുള്ള രാത്രികളിൽ, തിരക്കൊഴിഞ്ഞ വേളകളിൽ. ഉദ്യാനത്തിൻ്റെ നടുക്ക് ചെറിയൊരു പാറക്കൂട്ടം, കല്ലുകൾക്കിടയിലൂടെ തുള്ളിച്ചാടി ഒലിക്കുന്ന വെള്ളം, അടിയിൽ വെളുത്ത കരിങ്കൽ ചെല്ലികൾ, നിശ്ചലമായ വിദ്യുത് ദീപങ്ങൾ, ചായം കലക്കി ഒഴിക്കുന്ന സൈക്കഡലിക് നീർച്ചാലിനു മീതെ കവച്ചു നിൽക്കുന്ന മൂൺ ബ്രിഡ്ജിൻ്റെ മുകളിൽ ചുവന്ന അഴികളിൽ ചാരിയിരുന്ന് ചെവിയോർക്കും പെൺകിടാങ്ങളുടെ നാണം കുടുങ്ങി ചിരി പോലെ മധുരമായ ശബ്ദമാണ് പാറകൾക്കിടയിൽ പതിഞ്ഞൊഴുകുന്ന കൊച്ചു നീർച്ചോലയ്ക്ക്. ഒരു ദിവസം അത് കേൾക്കാതെ ആയതോർക്കുന്നു. കുഴലിനെന്തോ കേടുപറ്റിയത് മൂലമാവണം. വെള്ളം അടച്ചിരുന്നു. വെള്ളി നാണ്യങ്ങൾ ചൊരിയുന്നത് പോലെ ഒഴുകി വീഴുന്ന കുളിരുറവിനു പകരം ജലത്തിൻ്റെ നേരിയൊരു രേഖയും ഇറ്റിറ്റ് വീഴുന്ന തുള്ളികളുമേ ഉണ്ടായിരുന്നുള്ളൂ. ഇച്ഛാഭംഗം തോന്നി. എങ്കിലും ഏകാഗ്രതയോടെ ചെവിയോർത്തു. ട്രിപ്പ് ഡ്രോപ്പ്, ട്രിപ്പ് ഡ്രോപ്പ്, ഡ്രോപ്പ് ഡ്രോപ്പ്. ഈണത്തിലും എന്നാൽ ഇടയ്ക്ക് താളം തെറ്റിയുമുള്ള ആ ശബ്ദം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നപ്പോൾ പണ്ടെന്നോ പഠിച്ചു മറന്ന കവിത ഓർത്തുപോയി. വെള്ളമുണ്ടായിരുന്നെങ്കിൽ, പാറകളില്ലാതെയും ഇരുന്നെങ്കിൽ, പാറകൾ ഉണ്ടായിരുന്നെങ്കിൽ വെള്ളവും, വെള്ളവും. അതുപോലെ പാറകൾക്കിടയിൽ ഒരു കുഴി നിറയെ വെള്ളം. വെള്ളത്തിൻ്റെ ശബ്ദം മാത്രമേ ഉണ്ടായിരുന്നുവെങ്കിൽ, ചീവീടുകളുടെയും ഉണക്കപ്പുല്ലുകളുടെയും സംഗീതമുണ്ടായിരുന്നില്ലെങ്കിൽ, തൊണ്ട വരണ്ടു തുടങ്ങിയ ചോലയും തന്നോടൊപ്പം എലിയറ്റിൻ്റെ വരികൾ ഉരുവിടുന്നതായി തോന്നി. ഇന്നലെ വരെ നാടോടിപ്പാട്ടുകൾ പാടിയിരുന്ന ഈ അരുവി സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ട് സാൻ ഫ്രാൻസിസ്കോ എന്ന ഇഷ്ടിക കൂമ്പാരത്തെ നോക്കി നെടുവീർപ്പിടുകയാണ്. ഗദ്ഗതത്തിൻ്റെ കണ്ണീർത്തുള്ളികൾ തൂകുകയാണ്. അല്ലെങ്കിൽ ഇന്നും ഇതൊരു കണ്ണീരരുവിയായിരുന്നില്ലേ? മഹത്തായ ബുദ്ധമത തത്വങ്ങൾ ഇണക്കി അന്ധകരണത്തിന് വെളിച്ചവും പ്രചോദനവും ശാന്തിയും നൽകാൻ വേണ്ടി സെൻ സന്യാസികൾ സംവിധാനം ചെയ്ത സ്വർഗശകലങ്ങളാണ് ജാപ്പനീസ് പൂന്തോട്ടങ്ങൾ. സെൻ സിദ്ധാന്തങ്ങൾ അനുസരിച്ചാണ് ഓരോ പാറത്തുണ്ടും ഓരോ കല്ലുവിളക്കും സ്ഥാപിക്കുക, ഓരോ ചെടിയും ഓരോ മരവും നട്ടുപിടിപ്പിക്കുക. ആ സ്വർഗത്തിലെ അമൃതധാരയാവാം എല്ലാ ഉദ്യാനങ്ങളിലുമുള്ള അരുവി. ആധ്യാത്മിക ജീവിതത്തിൻ്റെ പാവന പ്രതീകമായ അത്തരമൊരു കലാസങ്കല്പത്തെ അങ്ങനെ തന്നെ പൊക്കിയെടുത്ത് ഭൗതിക ജീവിതത്തിൻ്റെ അമിതമായ ഭോഗാസക്തിയുടെ ചളിപ്പാടമായ അമേരിക്കയിൽ പ്രതിഷ്ഠിച്ചാൽ
അമൃതധാര അശ്രുധാരയായി പരിണമിക്കുന്നതിൽ എന്താണ് അത്ഭുതം? ഇന്ത്യയിലെ പുരാതന ദേവാലയങ്ങളിൽ നിന്ന് കളവായി കടത്തിക്കൊണ്ടുവന്ന പുണ്യവിഗ്രഹങ്ങൾ സ്വീകരണ മുറികളിൽ അലങ്കാര വസ്തുക്കളാവുമ്പോൾ അവയുടെ ചൈതന്യം മറ്റു പോകുന്നില്ലേ? അതുപോലെ തന്നെ പാവനമായതിനെ വ്യഭിചരിക്കാൻ തൻ്റെ നാട്ടുകാർക്കുള്ള പ്രവണത എത്ര ദയനീയമാണ്. കുറ്റമാണോ അമേരിക്കക്കാർ അധപതനത്തിലേക്ക്? ഓ, യു എ ഹിയർ ജിം? പറ്റിക്കിടക്കുന്ന അമൃതധാര വീണ്ടും ഉറവെടുത്തതുപോലെ രാജിയുടെ ശബ്ദം. യെസ്. മുടിച്ചുരുളുകൾ മാടിയൊതുക്കി മലർക്ക പുഞ്ചിരുന്നു. ഐ അറൈവ്ഡ് എ ലിറ്റിൽ വൈൽ എഗോ. ഞാൻ അറിഞ്ഞില്ല. രുക്മിണിയുമായി സൊള്ളി നിൽക്കുകയായിരുന്നു. ഇന്നെന്താ ഈ നേരത്ത്? ഇന്നിവിടെയാണ് ഉറങ്ങുന്നത്. അതിരാവിലെ മിസ്റ്റർ ശ്രീധരമേനോന്റെ കാറിൽ കോലാലംപൂർക്ക് പോകണം. ആരാ? ജിമ്മോ? സുഭദ്രയമ്മ വാതിൽക്കൽ എത്തി നോക്കി. വരുമെന്ന് ചേട്ടൻ പറഞ്ഞിരുന്നു. കിടക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട് അകത്ത്. വേണ്ട, ഞാനിവിടെ വരാന്തയിൽ കിടന്നുകൊള്ളാം. ഒരു വിരിപ്പ് തന്നാൽ മതി. ഇവിടെ പുറത്തോ? സുഭദ്രയമ്മ പുരികമുയർത്തി. ഇവിടെ മരവിപ്പിക്കുന്ന തണുപ്പായിരിക്കും. സാരമില്ല. ജിം ചിരിച്ചു. എൻ്റെ ഉള്ളിൽ ധാരാളം ചൂടുണ്ട്. അപ്പോൾ പിന്നെ തണിക്കില്ല. രാജിയും അവളുടെ അമ്മയും ചിരിച്ചു. അതാലോചിക്കാം, സുഭദ്രയമ്മ പറഞ്ഞു. ഞാനിന്ന് കൊച്ചച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലട്ടെ. അമ്മ പോയപ്പോൾ രാജി കുസൃതി ചിരിയോടെ ചോദിച്ചു, ഇത്രയധികം തീയുണ്ടോ ഉള്ളിൽ? ഉവ്വ്, ജിം കപട ഗൗരവത്തിൽ പറഞ്ഞു. ഒരു അഗ്നിപർവ്വതമുണ്ട്. ലോകത്തെ മുഴുവൻ ചാമ്പലാക്കാനുള്ള അത്ര തീയുള്ള അഗ്നിപർവ്വതം. പക്ഷേ എൻ്റെ താടി പോലും കരിഞ്ഞിട്ടില്ലല്ലോ എന്ന് ചോദിക്കാം. അതിന് കാരണം അത്ര കട്ടിയുള്ള ഒരു തൊലി പടച്ചവൻ എനിക്ക് തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. രാജി കുടുകുടാ ചിരിച്ചു. അവളുടെ പ്രസന്നമായ മുഖം കരളിൽ പനിനീർ തളിക്കുന്നതായി തോന്നി ജിമ്മിന്. അപായകരമായ തോന്നൽ. അവൾ പരിശുദ്ധിയുടെ ശ്രീകോവിലാണ്. അശുദ്ധപ്പെടുത്തുന്ന തോന്നലുകളൊന്നും ഉണ്ടാവരുത്. ഹൃദയത്തെ വിശ്വസിച്ചുകൂടാ. എപ്പോഴാണത് അടക്കം വിട്ട് കുതിച്ചു ചാടുക എന്നറിഞ്ഞുകൂടാ. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് തന്നിൽ അറിയാതെ തന്നെ വന്ന ചില ചലനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സൂക്ഷിച്ചിരുന്നോ? ജിം കഴിവേറി. അപ്പോൾ ഞാനിവിടെ ഇരുന്നാൽ ദഹിക്കില്ലെന്ന് ഉറപ്പിക്കാമല്ലോ? തീർച്ചയായും. അല്ലെങ്കിൽ തീയിനെ ദഹിപ്പിക്കില്ലല്ലോ. രാജി സാരിയുടെ ഞൊറികൾ ഒതുക്കി ചവിട്ടുകൽ ഇറങ്ങുന്നിടത്ത് വെറും നിലത്തിരുന്നു. അവളുടെ ഓരോ ചലനത്തിലും സംഗീതത്തിൻ്റെ താളവും ലയവും സ്ഫുരിക്കുന്നതായി തോന്നി ജിമ്മിന്. ലില്ലിപ്പൂവിൻ്റെ ഇതളുപോലെ ധവളവും മൃദുലവുമായ സാരി എന്തുപോലെ ഇണങ്ങുന്നു. പൗഡറോ ലിപ്സ്റ്റിക്കോ കാണാത്ത മുഖം ഇളവയിലേറ്റ സൂര്യകാന്തി പൂവാണ്. പള്ളിയിലെ അൾത്താരയിൽ വെള്ളിക്കാലിൽ കത്തി നിൽക്കുന്ന മെഴുകുതിരിയെ ഇവൾ ഓർമ്മിപ്പിക്കുന്നു. മെഴുകുതിരിയുടെ നാളം. തീയിനെ. ഈ തീയിനെ സമീപിച്ചാൽ താൻ ദഹിച്ചു പോവും. എന്തിനാ കോലാലംപൂർക്ക് പോണത്? അവിടെ എൻ്റെ അമ്മാവനുണ്ട്. അദ്ദേഹത്തിന് ഇടയ്ക്ക് എന്നെ കാണാഞ്ഞാൽ ഉറക്കം വരില്ല. ജിം ചിരിച്ചു. അദ്ദേഹം എൻ്റെ ധനകാര്യമന്ത്രിയുമാണ്. രാജി പുഞ്ചിരി തൂക്കി. ആ പിന്നെ ഒരു കഥ കേട്ടല്ലോ. രാജിയെ കാണാതായെന്നും സ്ഥലത്തെ പട്ടാളം മുഴുവൻ തിരച്ചിലായിരുന്നുവെന്നും. എന്തു പറ്റി? ഇത് നാട്ടിൽ പാട്ടായി കഴിഞ്ഞുവോ? ആരാ? മിസ്റ്റർ ഉണ്ണിയാണോ പറഞ്ഞത്? അല്ല, ഗുരു ഒന്നും പറഞ്ഞില്ല. ശ്രീധരമേനോന്റെ ഡ്രൈവറാണ് പറഞ്ഞത്. ഒന്നും ഉണ്ടായില്ല. വൈകുന്നേരം പുറത്തേക്കൊന്ന് ഇറങ്ങി വരാൻ അല്പം വൈകി. അപ്പോഴേക്കും എല്ലാവർക്കും പരിഭ്രമമായി. ജാലാൻ തുങ്കുവിലെ ക്ഷേത്രത്തിൽ വെച്ച് അമ്മയെ കാണാമെന്നാണ് പറഞ്ഞിരുന്നത്. കുറച്ചു വൈകിപ്പോയപ്പോഴേക്കും കോലാഹലമായി. രാജിയുടെ അമ്മ എന്നും ക്ഷേത്രത്തിൽ പോകുമല്ലേ? മിക്കവാറും എല്ലാ ദിവസവും. രാജിയോ? ചിലപ്പോഴൊക്കെ. അപ്പോൾ രാജി ദൈവവിശ്വാസിയാണ്. അതെന്ത് ചോദ്യം? തീർച്ചയായും. എനിക്ക് ഈശ്വരവിശ്വാസമുണ്ട്. ജിമ്മിനില്ലേ? എനിക്ക് അറിഞ്ഞുകൂടാ. അറിഞ്ഞുകൂടാ? അതൊരു വിചിത്രമായ ഉത്തരമാണല്ലോ. രാജി ഭാഗ്യവതിയാണ്. ജിം ചെറിയൊരു നെടുവേർപ്പെട്ടു. എന്തിലെങ്കിലും ഒന്ന് വിശ്വസിക്കാൻ കഴിയുന്നത് എന്തൊരു ഭാഗ്യമാണെന്നോ. വേദനകളും ദുഃഖങ്ങളും ഇറക്കി വെക്കാനുള്ള ഒരത്താണിയാണ് വിശ്വാസം. ജിമ്മിന് ഒന്നിലും വിശ്വാസമില്ലേ? സഹതാപപൂർണമായ ജിജ്ഞാസയാണ് അവളുടെ കണ്ണുകളിൽ നിഴലിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മുഴുവനാവില്ല. വിശ്വാസത്തകർച്ചയുടെ തലമുറയാണ് എൻ്റേത്, അമേരിക്കയിലും യൂറോപ്പിലും. പക്ഷേ വിശ്വാസമില്ലാത്ത ജീവിതം അസഖ്യമാണ്.
അതുകൊണ്ട് ഒട്ടുമിക്ക പേരും പുതിയ വിശ്വാസങ്ങൾ തേടി അലയുന്നു, കണ്ടതിൽ കയറി പിടിക്കുന്നു. ചിലർ സെൻ ബുദ്ധിസത്തിൽ, ചിലർ ഹിന്ദുമതത്തിൽ, അങ്ങനെ. എന്നാൽ വിശ്വാസത്തിൽ വിശ്വാസമില്ലാതായ കൂട്ടത്തിലാണ് ഞാനെന്ന് ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നുന്നു. എന്താ, കേൾക്കുമ്പോൾ പദപ്രശ്നം പോലെ തോന്നുന്നുണ്ടോ? എനിക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളല്ല അതൊന്നും. കുട്ടിക്കാലം മുതൽക്കേ ഈശ്വരവിശ്വാസിയായിട്ടാണ് ഞാൻ വളർന്നത്. ആ വിശ്വാസം ഇപ്പോഴും പുലർത്തുന്നു. അതാണ് ഞാൻ പറഞ്ഞത് ഭാഗ്യമെന്ന്. കിഴക്കൻ നാടുകളിൽ ഈശ്വരവിശ്വാസവും മറ്റ് ധാർമ്മിക വിശ്വാസങ്ങളും ഒരതിർത്തി വരെ നിലനിന്നു പോരുന്നു. വ്യക്തികളിലും സമൂഹങ്ങളിലും കടുത്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ലാത്തവർക്ക് വിശ്വാസം നശിക്കില്ല. കടുത്ത അനുഭവങ്ങൾ ഇല്ലായികയല്ല. രാജിയുടെ മുഖത്തെ പ്രസന്നത പെട്ടെന്ന് അപ്രത്യക്ഷപ്പെട്ടു. ഈശ്വരനില്ലെന്ന് തോന്നിയിട്ടുള്ള സന്ദർഭങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പിന്നെയും എങ്ങനെയോ വിശ്വാസം നിലനിന്നു പോരുന്നു. എനിക്ക് മനസ്സിലായി. ഒച്ച താഴ്ത്തി മാർദ്ദവത്തോടെ പറഞ്ഞു, കഥകളൊക്കെ ഞാൻ അറിഞ്ഞു. എനിക്കതിൽ ആത്മാർത്ഥമായ ദുഃഖമുണ്ട്. പക്ഷേ ഒരു സമാധാനവുമുണ്ട്. ഈശ്വരവിശ്വാസമുള്ള കൂട്ടത്തിലാണല്ലോ. അതുകൊണ്ട് ഇതിൽ നിന്ന് വളരെ വേഗത്തിൽ മോചനം നേടാൻ കഴിയും. രാജി മറുപടി പറയാതെ തലകുനിച്ചിരുന്നു. അവളുടെ ദുഃഖം അറിഞ്ഞിട്ടുള്ളതായി ഭാവിക്കാതെ ഇരിക്കുകയായിരുന്നു നല്ലതെന്ന് തോന്നി ജിമ്മിന്. സ്വന്തം ഹൃദയത്തിലെ രഹസ്യങ്ങൾ നാടാകപ്പാട്ടായിരിക്കുന്നുവെന്നറിയുന്നത് വിമിഷ്ടം വർദ്ധിപ്പിക്കുകയുള്ളൂ. സിനിമാ താരങ്ങളുടെ കഥകൾ നാട്ടിലെന്നും പാട്ടാണ്. ഇന്ത്യയിലും വ്യത്യസ്തമാകാനിടയില്ല. എന്നാലും ഹോളിവുഡ് താരങ്ങളെ പോലെ അതൊരു മേന്മയായി കണക്കാക്കാനിടയില്ല. ഓർക്കാപ്പുറത്ത് നാക്കത്ത് നിന്നുതിർന്നത് അബദ്ധമായി. ഇനി വീണയെടുത്ത് കിടന്നുരുളുകയേ നിർവാഹമുള്ളൂ. ഞാൻ പറഞ്ഞത് മറ്റൊന്നുമല്ല, ജിം സഹതാപത്തോടെ തുടർന്നു. വൈകാരികമായ ആഘാതം കൊണ്ട് നഷ്ടപ്പെടുന്ന വിശ്വാസം എളുപ്പം തിരിച്ചു കിട്ടും. പലപ്പോഴും അങ്ങനെയുള്ള ആഘാതം വിശ്വാസത്തെ കൂടുതൽ ശക്തമാക്കാനാണ് ഉപകരിക്കുക. മറിച്ച് ബുദ്ധിയിൽ സംഭവിക്കുന്ന വിശ്വാസ തകർച്ച സ്ഥിരവും സ്ഥായിയുമാണ്. കാരണം ഒന്നിനെയും ഭയപ്പെടാത്ത, ഒന്നിനെയും വകവയ്ക്കാത്ത, ഒന്നിനും മൂല്യം കൽപ്പിക്കാത്ത ഒരു മാനസികാവസ്ഥയാണ് അത് സൃഷ്ടിക്കുന്നത്. രാജി ഒരക്ഷരം മിണ്ടിയില്ല. പറഞ്ഞത് ശ്രദ്ധിച്ചതായി പോലും തോന്നിയില്ല. സ്ഫടിക പലകയിൽ വീണ രസബിന്ദുക്കൾ പോലെ ഉരുണ്ടുപോയിരിക്കുന്നു തൻ്റെ വാക്കുകൾ. സ്വന്തം ചാള്യത്തെ മറയ്ക്കാൻ എന്തൊക്കെയോ ജൽപ്പിച്ചതാണ്. ശ്രദ്ധിച്ചിരുന്നുവെങ്കിലും രാജിക്കൊതുകൊണ്ട് വലിയ പുണ്യമൊന്നും കിട്ടുമായിരുന്നില്ല, മനസ്സിലാവുക പോലും ചെയ്യുമായിരുന്നില്ല. തല കുനിച്ച് തണ്ടൊടിഞ്ഞ ആമ്പൽപ്പൂവിനെ പോലെ ഇരിക്കുന്ന രാജി ബെർലിനെ ഓർമ്മിപ്പിക്കുന്നു. യൂണിയൻ സ്ക്വയറിലെ ബെഞ്ചിന്മേൽ മെയ് മാസത്തിലെ ഇളം ചൂടുള്ള വെയിലുകൊള്ളാൻ വന്നിരിക്കുന്ന വൃദ്ധന്മാരുടെ ഇടയിൽ ഒരു മാടപ്രാവ് തന്റെ മാറത്തടങ്ങിക്കിടന്ന് മന്ത്രിക്കുന്നു. എന്റെ ചുറ്റും ഇരുട്ടാണെന്ന് തോന്നുന്നു എനിക്കെപ്പോഴും. എനിക്ക് വെളിച്ചത്തിലേക്കുള്ള വഴി കണ്ടെത്തണം. ഓമനെ, മെർലിൻ, നീ എന്തൊക്കെയോ ജൽപ്പിക്കുന്നു. ഈ സ്വാതന്ത്ര്യത്തെക്കാൾ പ്രകാശമുള്ള വെളിച്ചം വേറെയുണ്ടോ? ഉണ്ടാവണം എവിടെയെങ്കിലും. Forget all that. Here, have a joint and blow your mind, man. അവൾ അത് മേടിച്ചു വലിച്ചു. പാതിയായപ്പോൾ വലിച്ചെറിഞ്ഞു. അവൾ തേടിയിരുന്ന വെളിച്ചം പഴയ വിശ്വാസത്തിൻ്റെതായിരുന്നു. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. വഴി അടഞ്ഞു നിന്ന സംഭാഷണം തുറക്കാനൊരു താക്കോൽ കണ്ടെത്തിയ സന്തോഷത്തോടെ ജിം ചോദിച്ചു, രാജി ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? എന്ത്? ഏത് പ്രസ്ഥാനം? ഹരേ കൃഷ്ണ പ്രസ്ഥാനം. ഉവ്വ്, കേട്ടിട്ടുണ്ട്. ഏതോ ഒരു മാസികയിൽ ചിത്രത്തോടു കൂടിയ ഒരു ലേഖനം കണ്ടതായി ഓർക്കുന്നു. അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം? അഭിപ്രായമോ? അവൾ തോളന്നു കുലുക്കി. ഞാനെന്ത് പറയാനാ? ഉത്തരമറിയാത്ത കടങ്കഥ കേട്ട ഭാവമായിരുന്നു അവളുടെ തുടുത്ത മുഖത്ത്. അല്പം വിടർന്ന ചുണ്ടുകൾക്കിടയിലൂടെ തുമ്പ് പൊട്ടിയ പല്ല് കാണാം. അതവളുടെ മുഖത്തിന് സവിശേഷമായ ഒരാകർഷകത്വം നൽകുന്നുണ്ട്. ആ പ്രസ്ഥാനത്തെക്കുറിച്ച് എന്താ തോന്നണത്? ഇന്ത്യയിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ടതാണല്ലോ. അമേരിക്കയിൽ അത് താൽക്കാലികമായിട്ടെങ്കിലും പടർന്നു പിടിക്കുന്ന ലക്ഷണമുണ്ട്. അതുകൊണ്ട് ചോദിക്കുകയാണ്, ആ മന്ത്രം രാജി ജപിക്കാറുണ്ടോ? മന്ത്രമോ? ഹരേ രാമ ഹരേ കൃഷ്ണ അല്ലേ? അതത്ര വലിയ മന്ത്രമൊന്നുമല്ല. ഞങ്ങളൊക്കെ നിത്യം പ്രാർത്ഥിക്കുമ്പോൾ ഈശ്വരന്റെ വിവിധ നാമങ്ങൾ ഉരുവിടുന്നത് പതിവാണ്. ഹരി, രാമൻ, കൃഷ്ണൻ എന്നിങ്ങനെ ആയിരക്കണക്കിന് പേരുകളുണ്ട്. അവ ഉരുവിടുന്നത് പ്രാർത്ഥനയുടെ ഒരു ഭാഗമാണ്. അല്ലാതെ ഓപ്പൺ സെസേമി പോലെ ആലിബാബയുടെ ഗുഹ തുറക്കുന്ന മന്ത്രമൊന്നുമല്ല.
ആണെന്നാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ ധാരണ. കൃഷ്ണബോധത്തിലേക്കുള്ള സ്വർണ്ണത്താക്കോലാണ് ഈ മന്ത്രമെന്ന് അറിവുള്ളവർ പറയുന്നത് ഈ കാതുകൾ കൊണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്. മറ്റുള്ളവർ ഹിപ്പി ആന്തം എന്നാണ് പരിഹസിച്ച് വിളിക്കുക. ഏതായാലും ഈ പ്രസ്ഥാനത്തിന് കുറെ ഭക്തന്മാരെ കിട്ടിയിട്ടുണ്ട്. ധാരാളം ആൾക്കാരുണ്ടോ? കുറേ പേരുണ്ട്. പക്ഷേ അമേരിക്കയിൽ എന്ത് തലതിരിഞ്ഞ പ്രസ്ഥാനം ആരംഭിച്ചാലും കുറേ പേരെ വാലിൽ തൂങ്ങാൻ കിട്ടും. അമേരിക്കയിലെന്നല്ല, എവിടുത്തെയും സ്ഥിതി അതല്ലേ? രാജി വീണ്ടും സംഭാഷണത്തിൽ സജീവമായി പങ്കുകൊണ്ടു. ഇവിടെയൊക്കെ അമേരിക്കൻ പ്രസ്ഥാനങ്ങളുടെ പിന്നാലെയാണ് തൂങ്ങുന്നതെന്ന് മാത്രം. അതെ, അതും ശരിയാണ്. എന്നാൽ അമേരിക്കയെ പോലെ ഭ്രാന്ത് മറ്റാർക്കെങ്കിലും ഉണ്ടോ എന്ന് സംശയമാണ്. എൻ്റെ പല കൂട്ടുകാരും ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൽ ചേരുകയുണ്ടായി. ഞാനും അവരുടെ പ്രാർത്ഥനയിൽ പങ്കുകൊണ്ടിട്ടുണ്ട്. അവരുടെ സ്വാമിജി പ്രസംഗിക്കുന്നതും കേട്ടിട്ടുണ്ട്. ഉവ്വോ, ജിമ്മല്ലേ കുറച്ചു മുമ്പേ പറഞ്ഞത് ഈശ്വരവിശ്വാസമില്ലെന്ന്? എനിക്ക് വിശ്വാസമുണ്ടായിട്ടല്ല, എൻ്റെ ഒരു സുഹൃത്തിൻ്റെ നിർബന്ധപ്രകാരം. അവളിപ്പോൾ മുഴുവൻ സമയവും അതിലാണ്. ജപ്പാനിലോ മറ്റോ ഉണ്ടെന്ന് തോന്നുന്നു. അവൾ വെറുമൊരു സുഹൃത്തായിരുന്നുവോ അതോ? പ്രതീക്ഷിക്കാത്ത ചോദ്യം കേട്ടപ്പോൾ കണ്ണുകൾ താനേ വിടർന്നു. അല്പം മുമ്പ് വിഷാദം നിറഞ്ഞിരുന്ന രാജിയുടെ കണ്ണുകളിൽ കുസൃതി കതിരിട്ടിരുന്നു. ചുണ്ടത്ത് മന്ദഹാസം ഒട്ടിട്ടിരുന്നു. വെറും സുഹൃത്തല്ല, പ്രത്യേക സുഹൃത്ത് തന്നെ ആയിരുന്നു. ജിം പുഞ്ചിരി തൂകി. അതെ, പ്രത്യേക സുഹൃത്ത്. അവൾക്ക് കൃഷ്ണബോധത്തിലൂടെ ഈശ്വരവിശ്വാസം പോലും തിരിച്ചു കിട്ടി. എനിക്ക് മനുഷ്യനിലുള്ള വിശ്വാസം പോലും നഷ്ടപ്പെടുകയും ചെയ്തു. താൻ എങ്ങനെ തുറന്നു പറഞ്ഞത് കണ്ടിട്ടാവും രാജിയുടെ മുഖത്ത് അത്ഭുതം വിരിഞ്ഞു. സംസാരിക്കുന്നതിനിടയിൽ മിസ്സിസ് ശ്രീധരമേനോൻ വാതിൽക്കൽ പ്രത്യക്ഷപ്പെട്ട് രാജിയോട് എന്തോ പറഞ്ഞു, അവരുടെ ഭാഷയിൽ. ക്ഷമിക്കണം, രാജി എഴുന്നേറ്റു. എന്നെ അമ്മാവൻ വിളിക്കുന്നു. ശരി, പോകൂ. സോറി ജിം. പോകുന്നതിന് മുമ്പ് മിസ്സിസ് മേനോനും ക്ഷമാപണം ചെയ്തു. രസകരമായ സംഭാഷണമായിരുന്നു അല്ലേ? ആയിരുന്നു. രസകരം എന്നതിനേക്കാൾ നിർവൃതികരം. തനിക്കെങ്കിലും. അതിൻ്റെ നാന്ദി കുറിച്ചത് അപ്രതീക്ഷിതമായ ആ ചോദ്യവും മുനകൂർത്ത ആ നോട്ടവുമാണ്. അവളിൽ നിന്ന് ഇങ്ങനെയൊരു ചോദ്യം ഉദിക്കുമെന്ന് കരുതിയതല്ല. അതേവരെയും തമ്മിൽ വർത്തമാനം പറയുമ്പോൾ രാജി അപ്രാപ്യമായ ദൂരത്ത് നിൽക്കുന്ന പ്രതീതിയായിരുന്നു. കടലിൻ്റെ നടുക്കുള്ള പാറക്കെട്ടിലെ ദീപസ്തംഭം പോലെ. ആ ഒറ്റ ചോദ്യത്തിലൂടെ ഇടയ്ക്കുള്ള ദൂരം പൊടുന്നനെ കുറഞ്ഞതുപോലെ തോന്നി. പടം എടുക്കുമ്പോൾ ക്യാമറയുടെ ടെലി ലെൻസ് സൂം ചെയ്തതുപോലെ. അതോടെ തൻ്റെ സമനിലയും അല്പം തെറ്റിയില്ലേ? തെറ്റിയിരിക്കണം, അല്ലെങ്കിൽ മെർലിൻ്റെ കഥ അവളോട് പറയുമോ? ഏതാനും ദിവസത്തെ വിദൂര പരിചയം മാത്രമുള്ള ഒരു പെൺകുട്ടിയോട്? വിദൂരമല്ല, കുറച്ചൊക്കെ അടുത്ത് പരിചയപ്പെട്ടിട്ടുണ്ട്. എങ്കിലും ഒറ്റ വായുവിന് എല്ലാം പറഞ്ഞു. എന്നിട്ടേ രാജിയുടെ മുഖത്ത് നോക്കിയുള്ളൂ. ആ കൺപീലികൾ നനഞ്ഞിരുന്നുവെന്ന് തോന്നി. കവിൾ വിളർത്തിരുന്നു. അവൾ വിട്ട നെടുവീർപ്പ് തപ്തമായിരുന്നില്ലേ? ഒരുപക്ഷെ എല്ലാം തൻ്റെ തോന്നലാവാം. സഹതപിക്കാൻ എന്തിരിക്കുന്നു തൻ്റെ കഥയിൽ? കേവലം സാധാരണ കഥ. കഥ പോലുമല്ല. ചില പെൺകിടാങ്ങളോടൊത്ത് കഴിഞ്ഞ കൂട്ടത്തിൽ ഒരുവളോട് ഇത്തിരി കൂടുതൽ അടുത്തു. അവൾ പിരിഞ്ഞുപോയി. താൻ കൂടെ പോയില്ല. വേണമെങ്കിൽ പോകാമായിരുന്നു. എത്ര തന്നെ നാടകീയത കലർത്തി ആഖ്യാനം ചെയ്താലും ആരുടെയും മനസ്സ് ചലിപ്പിക്കുന്ന കഥയല്ല. പ്രത്യേകിച്ചും കേൾവിക്കാരുടെ നോട്ടത്തിൽ താനായിരിക്കും അപരാധി. ഹിപ്പികളുടെ മലീമസമായ ലോകത്തിൽ നിന്ന് ധന്യമായ സന്മാർഗനിഷ്ഠമായ ഒരു ജീവിതം തേടിയാണ് മെർലിൻ പോയത്. അവൾ നല്ല വഴി സ്വീകരിച്ചു. ക്ഷണിച്ചിട്ടും നിർബന്ധിച്ചിട്ടും താനത് സ്വീകരിച്ചില്ല. പഴയ വളക്കുഴിയിൽ തന്നെ കഴിച്ചുകൂട്ടാനാണ് നിശ്ചയിച്ചത്. അതാരുടെ കുറ്റം? തൻ്റെ അല്ലെങ്കിൽ? ആരും ചിന്തിക്കുക ഈ വഴിക്കാണ്. രാജിയും. പിന്നെ എന്തിനവൾ നെടുവീർപ്പിട്ടു? കണ്ണുകൾ ഈറനാക്കി. ഒരുപക്ഷെ സ്വന്തം ദുഃഖം ഓർത്തുപോയതാവാം. തൻ്റെ ദുഃഖത്തെക്കാൾ എത്രയോ ഉഗ്രമായ ദുഃഖം. ആത്മഹത്യയുടെ പടിവരെ എത്തിച്ച ദുഃഖം. പടിവരെയല്ല, മടിവരെ തന്നെ. ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. ഭാഗ്യം? അതവൾ ഭാഗ്യമായി തന്നെയാണോ കണക്കാക്കുന്നത്? അതോ? ആവോ. എന്നാലും ഒന്ന് തീർച്ച, ഒരു കാര്യത്തിൽ രാജി തന്നെക്കാൾ ഭാഗ്യവതിയാണ്. അവൾക്ക് വിശ്വാസം മുഴുവൻ നഷ്ടപ്പെട്ടിട്ടില്ല. ഈശ്വരനിലായാലും സ്വന്തം ജീവിതത്തിലായാലും വിശ്വാസമുള്ളിടത്തോളം കാലം. മെർലിനും ഭാഗ്യവതിയാണ്. അവൾക്കും വിശ്വാസം കണ്ടെത്താൻ കഴിഞ്ഞു. അവളുടെ ക്ഷണം സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ തനിക്കും.
ഉവ്വോ, കഴിയുമായിരുന്നോ? ജിം, ഞാൻ പറയുന്നത് കേൾക്കൂ. നമുക്ക് പഴയ വിശ്വാസങ്ങളൊക്കെ തകർന്നു, ശരി തന്നെ. പക്ഷേ അതുകൊണ്ട് പുതിയൊരു വിശ്വാസം ആർജിക്കാൻ നമുക്ക് കഴിയില്ലെന്ന് വരുമോ? കഴിയുമെന്നാണ് എൻ്റെ അനുഭവം. മൃണാളിനിയായി തീർന്ന മെർലിൻ തൻ്റെ കരം ഗ്രഹിച്ചിരിക്കുന്നു. എയർപോർട്ടിൽ നിന്നുള്ള മടക്കമാണ്. ബസ്സിൽ ഹരേ കൃഷ്ണ വിളികളുടെ ബഹളം. അതിനിടയിൽ അവളുടെ ഒച്ച കേൾക്കാൻ തന്നെ പ്രയാസം. വിശ്വാസം ഒരു കള്ള നാണയമാണ് എൻ്റെ പ്രിയപ്പെട്ട മെർലിൻ. അത് സത്യത്തിൻ്റെ നിക്ഷേപമാണ്. നാം ആരായുന്നതും ആരായേണ്ടതും സത്യമല്ലേ? അതെ, പക്ഷെ ജിം, എന്താണ് സത്യം? അമൂർത്തമായ ഒരു സങ്കല്പം അല്ലേ? ബുദ്ധിപരമായി സങ്കല്പിച്ചാൽ അത്രയേ തോന്നൂ. എന്നാൽ സത്യം യഥാർത്ഥത്തിൽ ഒരു അനുഭൂതിയാണ്. അമൂർത്തമായ സത്യസങ്കല്പത്തിൻ്റെ മൂർത്തിഭാവമാണ് കൃഷ്ണബോധം. അതിൽ ലയിക്കുമ്പോൾ അനർഘമായ സത്യജ്ഞാനത്തിൻ്റെ വിശിഷ്ട അനുഭൂതി ലഭിക്കുന്നു. അതും മറ്റൊരു തരം ലഹരി മാത്രമല്ലേ, ബുദ്ധിയെ മയക്കുന്ന മറ്റൊരു മരുന്ന്. ബുദ്ധി മയങ്ങിക്കിടക്കുമ്പോൾ സത്യം എങ്ങനെ അറിയാനൊക്കും? പാവം ജിം. അവൾ തൻ്റെ കരം തലോടുന്നു. ബുദ്ധിയുടെ കൊച്ചു തവി കൊണ്ട് സത്യമെന്ന അപാരമായ പാരാവാരത്തെ അളക്കാൻ ശ്രമിക്കുന്നു. അവൾ നെടുവീർപ്പിടുന്നു. ജിമ്മിൻ്റെ ആത്മാവ് കൃഷ്ണബോധത്തിൻ്റെ മാർഗത്തിലേക്ക് വരാൻ സന്നദ്ധമായി കഴിഞ്ഞിട്ടില്ല. അവളുടെ സ്വരം വിഷാദ കലുഷ്യമാണ്. എന്നെ സ്നേഹിച്ചതിൻ്റെ പകുതി വീറോടെയെങ്കിലും കൃഷ്ണനെ സേവിക്കാൻ ജിമ്മിന് കഴിഞ്ഞിരുന്നുവെങ്കിൽ, എന്തിന് കൃഷ്ണനെ? ക്രിസ്തുവിനെ പോലെ, അല്ലെങ്കിൽ മുഹമ്മദിനെ? കൃഷ്ണനായതുകൊണ്ട് എന്താ പ്രത്യേകത? റോസാപ്പൂവിന് പേരെന്തായാലും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. പക്ഷെ എനിക്കുറപ്പുണ്ട്, എന്നെങ്കിലും ഒരു ദിവസം ജിമ്മും നേർവഴിക്ക് വരാതിരിക്കില്ല. കാരണം ജിമ്മിൻ്റെ ഉള്ളിലും ഈശ്വരനെ പ്രാപിക്കാൻ വെമ്പുന്ന ഒരാത്മാവുണ്ട്. അവൾ തലകുനിച്ചിരുന്ന് മഹാമന്ത്രം ഉരുവിടുന്നു. മെർലിൻ താനവളുടെ കൈപ്പടം ഞെക്കിക്കൊണ്ട് പറയുന്നു, ഇതെന്നേക്കുമുള്ള വേർപാടാണെന്ന് ഞാൻ കരുതുന്നില്ല. എന്നെങ്കിലും നാം കണ്ടുമുട്ടും. അന്നൊരു പക്ഷേ നമുക്ക് അന്യോന്യം കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുമായിരിക്കും. അതുവരെ എന്നെ മറക്കാതിരിക്കൂ. ഞാനും അത് തന്നെ ആഗ്രഹിക്കുന്നു. അവൾ മുഖമുയർത്തി ആർദ്രമായി നോക്കുന്നു. കാരണം ജിം, ഞാൻ നിന്നെ ഇപ്പോഴും സ്നേഹിക്കുന്നു. പെട്ടെന്ന് ഹൃദയത്തിൽ എവിടെയോ അടഞ്ഞു കിടന്നിരുന്ന ഒരു വാൽവ് തുറന്ന പോലെ തോന്നുന്നു. മുൻപൊരിക്കലും തോന്നാത്തത്ര, അല്ലെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സ്നേഹത്തിൻ്റെ കവാടം. കെട്ടിപ്പുണരാനും അന്യോന്യം അനുഭവിക്കാനും പ്രേരിപ്പിക്കുന്ന ഭോഗത്തിൻ്റെ തൃപ്തി കണ്ടെത്തുന്ന ശാരീരികമായ ആവേശമല്ല. അതിനെല്ലാം ഉപരി പരിശുദ്ധിയുടെ മണ്ഡലത്തിൽ പരിലസിക്കുന്ന പനിനീർപ്പൂ മണം അലിഞ്ഞു ചേർന്ന കുളിർക്കാറ്റിനെ ഓർമ്മിപ്പിക്കുന്ന ഒരനുഭൂതി വിശേഷം. അതവളെ പറഞ്ഞു മനസ്സിലാക്കണം. പക്ഷേ വാക്കുകളിൽ ഒതുങ്ങി കിട്ടുന്നതാണെന്ന് തോന്നുന്നില്ല. ബസ് നിൽക്കുന്നു. അതോടെ മനസ്സിനെ ഗ്രസിച്ചിരുന്ന മാന്ത്രിക വലയം തകരുന്നു. ഔപചാരികമായ യാത്ര പറയലിനു കൂടി മെനക്കെടാതെ ഇറങ്ങിപ്പോരുന്നു. തെരുവുകളിൽ കരിനിഴൽ വീശി നിൽക്കുന്ന അമ്പരചുംബികളുടെ ഇടയിലേക്ക്, ഹെയ്റ്റ് ആഷ്ബറി ഡിസ്ട്രിക്റ്റിലെ കഞ്ചാവിൻ്റെ ധൂമപടലങ്ങളിലേക്ക്. ഇന്ന് വീണ്ടും ആ മാന്ത്രിക വലയത്തിൻ്റെ സ്പർശം അനുഭവപ്പെട്ടു. രാജിയുടെ ആ നോട്ടമേറ്റപ്പോൾ ശരിക്കും അനുഭവപ്പെട്ടതാണോ, അതോ തോന്നൽ മാത്രമായിരുന്നുവോ? താൻ സ്വപ്നം കാണുകയായിരുന്നുവോ? വീണ്ടും നെടുവീർപ്പിട്ടു. സത്യം ഒന്നാണ്, ഒന്നു മാത്രമാണ്, ഭയപ്പെടുത്തുന്ന സത്യം. താൻ ഈ പെൺകിടാവിൽ ആകൃഷ്ടനായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പോരാ, അനുരക്തനായിരിക്കുന്നു. ജിം, കഴുതേ, നീ ഒരു മണ്ടനാണ്. ഇനി ഒരിക്കലും പ്രേമത്തിൽ പെടുകയില്ലെന്ന് ഉഗ്രശബ്ദം ചെയ്ത നീ ഇതാ മൂക്കോളം അതിൽ മുഴുകിയിരിക്കുന്നു. അതും ഇത്ര വേഗം. നിനക്ക് എന്ത് പറ്റി? അന്ന് മെരിലിനോട് വേർപിടിഞ്ഞ് പോന്ന ശേഷം ഇന്നേവരെ ശബ്ദം പാലിക്കാൻ വിഷമമുള്ള ശബ്ദം വല്ലവിധേനയും പാലിക്കുന്നത് പോലെ അല്ല. ആ വഴിക്ക് മനസ്സ് പോയതേയില്ല. അതൊരത്ഭുതമായിരുന്നു. പ്രലോഭനങ്ങൾ ഉണ്ടായിരുന്നിട്ടും പ്രലോഭിക്കപ്പെടാതിരിക്കുക. സാൻ ഫ്രാൻസിസ്കോവിൽ, ലോസ് ഏഞ്ചൽസിൽ, ന്യൂയോർക്കിൽ, ലണ്ടനിലെ കല്ലുപതിച്ച തെരുവുകളിൽ, പാരീസിലെ സൈഡ് വാക്ക് കഫേകളിൽ, റോമിലെ പുരാതന ജീർണാവശിഷ്ടങ്ങൾക്കിടയിൽ, എവിടെയെല്ലാം വെച്ച് ഏതെല്ലാം രൂപത്തിൽ പ്രലോഭനങ്ങളെ കണ്ടുമുട്ടി. പക്ഷെ അവ പ്രലോഭനങ്ങളാണെന്ന് പോലും തോന്നിയില്ല. എന്നിട്ടിപ്പോൾ, അല്ലെങ്കിൽ ഇത് അനിവാര്യമാണ്. പോത്തുകളെ പോലെ ചേറിൽ മാത്രമാണ് ഇതുവരെ നിർവൃതി കണ്ടിട്ടുള്ളത്. അതും അടുത്തവന് കാട്ടുചോലയിലെ പരാഗസുരഭിലമായ കുളിർവെള്ളം കാണുമ്പോൾ കണ്ണുകളിലെ പാടയകന്ന് താമരപ്പൂവിന്റെ ആത്മീയ സൗന്ദര്യം ആസ്വദിക്കാനുള്ള കഴിവ്
തനിക്ക് സിദ്ധിക്കാതിരിക്കുകയില്ലെന്ന് താൻ പ്രതീക്ഷിച്ചിരുന്നില്ലേ? ആ പ്രതീക്ഷ ഇന്ന് സഫലമായിരിക്കുന്നു. താമരപ്പൂവ്, താമരപ്പൂവ്, അതെ, രാജി താമരപ്പൂവാണ്. താമരപ്പൂവ് ഇന്നേ വരെ താൻ കണ്ടിട്ടില്ല. എങ്കിലും മനസ്സിലൊരു സങ്കല്പമുണ്ട്, എവിടെ കണ്ടാലും തിരിച്ചറിയും. അതുപോലെ ഒരു തിരിച്ചറിയിലല്ലേ രാജിയെ കണ്ടപ്പോഴും സംഭവിച്ചത്? പരിപൂർണമായ പരിശുദ്ധിയുടെ, സ്വച്ഛമായ സൗന്ദര്യത്തിന്റെ, അനിർവചനീയമായ ഭാവപ്പൊലിമയുടെ, അദൃഷ്ടപൂർണമായ പാവനതയുടെ ഒരു സ്വപ്നം താനെന്നും കൂടെ കൊണ്ട് നടന്നിരുന്നു. മധുരമായ ഒരു അസ്വാസ്ഥ്യം പോലെ, അഭിചാരിതമായ ഏതോ ഒരു പുലരിയിൽ, അജ്ഞാതമായ ഏതോ മലഞ്ചെരുവിലെ കാട്ടുചെടികൾ വസന്തത്തിന്റെ സ്പർശനത്തിൽ പൂടുന്നത് പോലെ അതെപ്പോഴെങ്കിലും സാക്ഷാത്കരിക്കപ്പെടുമെന്ന് ആശിച്ചിരുന്നു. മെർലിനിൽ അതിൻ്റെ ഒരു മിന്നലാട്ടം കണ്ടുവെന്ന് തോന്നി. പക്ഷേ ജൂലൈ 4-ാം തീയതിയിലെ അമിട്ടുകൾ പോലെ നിമിഷ നേരത്തേക്ക് മാത്രം വർണ്ണനക്ഷത്ര നിര വിരിയിച്ചുകൊണ്ട് കെട്ടുപോയി. തൊടാൻ കൈ നീട്ടിയപ്പോൾ ചക്രവാളത്തിലെ സാന്ധ്യാപ്രകാശം പോലെ ഇരുട്ടിൽ മാഞ്ഞുപോയി. ഇപ്പോൾ ഇതാ വീണ്ടും കണ്ടെത്തിയിരിക്കുന്നു രാജിയിൽ. വലിയൊരു താക്കോൽ കൂട്ടത്തിൽ നിന്ന് ശരിയേതെന്നറിയാതെ പലതും പരീക്ഷിച്ച് ഒടുവിലൊരെണ്ണം അപ്രതീക്ഷിതമായ നിഷ്പ്രയാസത്തോടെ പൂട്ടു തുറക്കുമ്പോഴുണ്ടാകുന്ന ആശ്വാസവും ആനന്ദവുമാണ് അവളെ കണ്ടപ്പോൾ തോന്നിയത്. ആദ്യത്തെ നോട്ടത്തെ തന്നെ മനസ്സു പറഞ്ഞു, ഇതാ നീ തേടി നടന്നത്. ആ കാഴ്ച കണ്ണുകളിൽ മായാതെ നിൽക്കുന്നു. അസ്തമയത്തിന്റെ വർണ്ണഭംഗികൾ നോക്കിക്കൊണ്ട് നിൽക്കുകയാണവൾ. ഉദ്യാനത്തിലെ പുൽത്തകിടിയിലേക്ക് ഇറങ്ങുന്ന ചവിട്ടുകല്ലിൽ ജിം ഇരുട്ടിലൂടെ അങ്ങോട്ട് കണ്ണയച്ചു. അതാ അവിടെ മുളയലക് വളച്ച് പിച്ചകവള്ളി പടർത്തിയ കമാനത്തിന്റെ കീഴിൽ ഭംഗിയിൽ കത്തിരിച്ചു നിർത്തിയ പൂത്തുലഞ്ഞ ബൊഗൈൻവില്ലകൾ ഇരുവശവും മഞ്ഞ പട്ടുകുടകൾ നിവർത്തിപ്പിടിച്ചിരിക്കുന്നു. നീർച്ചോല പോലെ ഒഴുകി വീഴുന്ന വെളുത്ത സാരിയുടുത്ത് നിശ്ചലമായി നിൽക്കുന്ന അവൾ മൈക്കലാഞ്ചലോവിന്റെ റാഖേലിനെ ഓർമ്മിപ്പിക്കുന്നു. കൈകൂപ്പി ആകാശത്തിൽ ദൃഷ്ടി ഉറപ്പിച്ച് ധ്യാനമഗ്നിയായി നിൽക്കുന്ന റാഖേൽ. വെണ്ണക്കല്ലിൽ എഴുതിയ മറ്റൊരു അഭൗമമായ കവിത. 2-ാം ജൂലിയസ് മാർപ്പാപ്പയുടെ ശവകുടീരത്തിന്റെ ചുമരിൽ ആത്മീയ ശക്തി പുരുഷാകാരമെടുത്തതുപോലെ നീണ്ടു നിവർന്നിരിക്കുന്ന മോശയിലാണ് മറ്റുള്ളവരുടെ കണ്ണുകൾ തിങ്ങി നിന്നത്. തൻ്റെ ശ്രദ്ധ അടുത്തുള്ള റാഖേലിലേക്കാണ് തിരിഞ്ഞത്. അവൾ ലോകം കണ്ടിട്ടുള്ള ഏറ്റവും മഹാനായ ശില്പിയുടെ ഉത്തമ കലാസൃഷ്ടിയൊന്നുമല്ലായിരിക്കാം. പക്ഷേ അത് ശുദ്ധിയും അത് വ്യഞ്ചിപ്പിക്കുന്ന ആധ്യാത്മിക ദീപ്തിയും തന്നെ ആകർഷിച്ചു. താൻ അവളെ തന്നെ നോക്കിക്കൊണ്ട് നിന്നു. അങ്ങനെ നോക്കി നിൽക്കാനാണ് ഇപ്പോഴും തോന്നുന്നത്. കാരണം അതേ ഭാവപൂർണിമ, അതിനേക്കാളേറെ എന്ന് തന്നെ പറയാം, ഇവളിലും കാണുന്നു. ആരായിരിക്കാം ഈ പെൺകിടാവ്? കാലൊച്ച കേട്ടിട്ടാവണം അവൾ തിരിഞ്ഞു നോക്കുന്നു. തികച്ചും അപരിചിത. എങ്കിലും ഈ മുഖം എവിടെയോ കണ്ടിട്ടുണ്ട്. തെല്ലി വിടർന്ന പൂമൊട്ട് പോലെയുള്ള ആ പുഞ്ചിരി മോണാലിസയുടേതാണോ? അല്ല. അർത്ഥം പിടികിട്ടാത്ത ആ അപഹാസഭാവം ഇവളുടെ ചുണ്ടത്തില്ല. റാഫേലിന്റെ ലാ ഫോർണാറിനയുടെ നയനങ്ങളെ സ്ഫുരിക്കുന്ന കൗതുകമാണ്. തികച്ചും അതല്ല താനും. ഇവൾ ആരുടെയും കാമുകയാണെന്ന് തോന്നുന്നില്ല. മുഖത്ത് നേരിയ ശോകഭാവമില്ലേ? താനും പുഞ്ചിരി തൂകുന്നു. എന്തെങ്കിലും പറയണമെന്നുണ്ട്. പക്ഷേ പറഞ്ഞാൽ മാന്ത്രിക വലയം ഭഞ്ജിക്കപ്പെടുന്നത് പോലെ ഈ കാഴ്ച മാഞ്ഞു പോകുമെന്ന് ഭയം തോന്നുന്നു. അതുകൊണ്ട് അക്ഷരമൊന്നും മുരിയാടാതെ നടക്കുന്നു, തിരിഞ്ഞു തിരിഞ്ഞു നോക്കിക്കൊണ്ട്. പോർച്ചിൽ കണ്ടുമുട്ടിയ മുത്തുവിനോട് ആംഗ്യഭാഷയിൽ ചോദിക്കുന്നു, അതാര്? മുത്തു മുറി ഇംഗ്ലീഷിൽ പറയുന്നു, വലിയ യജമാനിന്റെ മകളുടെ മകൾ, സിനിമാ താരം. ഓഹോ. ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കുന്നു. കാണാനില്ല. ബൊഗൈൻവില്ല മറയ്ക്കുന്നു. ഗ്രാൻഡ്ബാ കുറുപ്പിന്റെ ദൗഹിത്രി വരുന്ന കാര്യം അറിഞ്ഞിരുന്നു, ഓർമ്മ വെച്ചിരുന്നില്ല. ഉദ്യാനത്തിൽ കണ്ടത് ആ പെൺകുട്ടി ആയിരിക്കാം എന്ന വിചാരം തന്മൂലം മനസ്സിൽ ഉദിച്ചില്ല. മിസ് കുറുപ്പ് സിനിമയിൽ അഭിനയിക്കുന്നുണ്ടെന്ന് കേട്ടിരുന്നു. സിനിമാ താരങ്ങളെ കുറിച്ച് തനിക്കൊരു സങ്കല്പമുണ്ട്. ഹോളിവുഡ് സമ്മാനിച്ച സങ്കല്പം. മാറ് തുറന്നിട്ട വസ്ത്രങ്ങൾ, മുഖത്തെ ജീവൻ മെഴുകി മറയ്ക്കുന്ന മേക്കപ്പ്, കാട് കെട്ടിയതുപോലെ അലങ്കരിച്ച തലമുടി, കാണുന്നവരെയൊക്കെ ഡാർലിംഗ് എന്ന് വിളിച്ചുകൊണ്ട് ഷാമ്പെയിൻ ഗ്ലാസുമായി ആടിക്കുഴിഞ്ഞുള്ള നടത്തം. അങ്ങനെ പോകുന്നു. അതും ഇതുമായി പൊരുത്തപ്പെടുന്നില്ല. അവിശ്വസനീയമാണ് ഈ ശാലീനത, തികച്ചും അവിശ്വസനീയം. സിറ്റിംഗ് റൂമിലേക്ക്
കയറി ചെന്ന് ഗ്രാൻഡ് കുറുപ്പിനോട് കുശലം പറഞ്ഞു നിൽക്കുമ്പോൾ അവൾ കടന്നു വരുന്നു. ഗോൾഡൻ ഗേറ്റ് പാലത്തിനടിയിലൂടെ നിശബ്ദമായി ബേയിലേക്ക് നീങ്ങി വരുന്ന മൂടൽമഞ്ഞിന്റെ ശകലം പോലെ, കിഴക്കൻ കാറ്റത്തൊഴുകി പൂമരത്തിന്റെ ചില്ലയിലിരിക്കാൻ ചിറകൊതുക്കുന്ന വെള്ളപ്രാവിനെ പോലെ. ജിം, രാജിയെ പരിചയപ്പെട്ടിട്ടില്ല അല്ലേ? ഭദ്രയുടെ മകളാണ്. എനിക്ക് മനസ്സിലായി. രാജി, ഇത് ജിം ഹോപ്പ്മാനാണ്, ശ്രീധരന്റെ ഒരു സ്നേഹിതന്റെ മരുമകൻ. ആളിങ്ങനെ ഇരിക്കുന്നത് കണക്കാക്കണ്ട. ഗ്രാൻഡ് കുറുപ്പ് കണ്ണിറുക്കുന്നു. വലിയ തത്വജ്ഞാനിയാണ്. തന്റെ വേഷത്തെക്കുറിച്ച് ഇതം പ്രഥമമായി ബോധവാനാകുന്നു. അസുഖം തോന്നുന്നു. താടിയും തലയും വികൃതമായി നീട്ടി മുഷിഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ച് ഈ വിശുദ്ധിയെ തീണ്ടാൻ പാടില്ലാത്തതാണ്. താൻ ആകെ ഒന്ന് ചെറുതാവുന്നു. നമസ്തേ, അവൾ കൈകൂപ്പുന്നു. ആ ചില്ലറ ചലനത്തിൽ പോലും എന്ത് താളം, എന്ത് ലയം! ജിം കണ്ണടച്ച് അത് വീണ്ടും വിഭാവനം ചെയ്തു. അപ്പോൾ ധരിക്കാതിരുന്ന ഒരു സത്യം ഇപ്പോൾ മനസ്സിലാക്കുന്നു. കൂപ്പി ആ കൈക്കുള്ളിൽ അവൾ തന്റെ ആത്മാവിനെ കുടുക്കിക്കളഞ്ഞു. അന്തിക്ക് കൂമ്പുന്ന താമരപ്പൂവുകൾക്കുള്ളിൽ വണ്ടുകൾ തടവിലിടപ്പെടുന്നു എന്ന് ഇന്ത്യയിലെ അംഗീകൃതമായ ഒരു കവിസങ്കല്പമാണെന്ന് ഗുരു പറയുകയുണ്ടായി. ആ ഭാവനയുടെ ഔചിത്യം ഇപ്പോൾ പൂർണ്ണമായും അറിയുന്നു. അവൾ താമരപ്പൂവാണ്, താൻ അവളിൽ കുടുങ്ങിക്കിടക്കുന്ന വണ്ടും. വെളുത്ത് മിനുത്ത ഇതളുകളുള്ള ലില്ലിപ്പൂവിനേക്കാൾ അഴകുള്ള സ്വർഗസന്തതിയായ താമരപ്പൂവ്, രൂക്ഷമല്ലാത്ത ഞരമ്പുകൾക്ക് ശാന്തി പ്രദാനം ചെയ്യുന്ന നനുത്ത സൗരഭ്യം, മൃദുലമായ അല്ലികൾ, മിനുസമുള്ള പൂമ്പൊടി, ലഹരി നൽകുന്ന തേനും. തടവിലിടപ്പെടുകയാണെങ്കിൽ ഇങ്ങനത്തെ തടവ് തന്നെ വേണം. തടവ്, പക്ഷേ തടവ് എത്രയായാലും തടവല്ലേ? താമരപ്പൂവിൽപ്പെട്ട വണ്ടും പുറത്തു കിടക്കാൻ ആഗ്രഹിക്കുന്നു. ഗുരു പദ്യം ചൊല്ലി വിശദീകരിച്ചു. വണ്ട് വിചാരിക്കുന്നു, രാത്രി കഴിയും, ദിവസം പുലരും, സൂര്യൻ ഉദിക്കും, പൂവ് വിടരും, അപ്പോൾ തനിക്ക് മോചനവും സിദ്ധിക്കും. അങ്ങനെ ആശിച്ചിരിക്കുമ്പോൾ ഒരാന വന്ന് ആ പൂവ് പറിക്കുന്നു. ജീവിതത്തിൻ്റെ അനിശ്ചിതാവസ്ഥയും മനുഷ്യൻ്റെ മോഹങ്ങളുടെയും പ്രതീക്ഷകളുടെയും അർത്ഥശൂന്യതയും ഉദാഹരിക്കാനാണ് ഗുരു ആ പദ്യം ചൊല്ലിയത്. അപ്പോൾ അതുമാത്രമേ മനസ്സിൽ പതിഞ്ഞുള്ളൂ താനും. മനുഷ്യാവസ്ഥയെ അതിമനോഹരമായ ഒരു പ്രതീകത്തിൻ്റെ ചിമിഴിലൊതുക്കിയ ആ കവിപ്രതിഭയെ തൊപ്പിയൂരി ബഹുമാനിക്കണമെന്ന് തോന്നി. പക്ഷെ ഇപ്പോൾ തോന്നുന്നത് മറിച്ചാണ്. വണ്ടിൻ്റെ മനസ്സറിയാത്ത ഏതോ വങ്കനാവണം അതെഴുതിയത്. താമരപ്പൂവ് വണ്ടിൻ്റെ പ്രേമഭാജനമാണെങ്കിൽ അവളുടെ ഹൃദയത്തിൽ തലവിലിടപ്പെടുന്നതിന് കവിഞ്ഞ സ്വാതന്ത്ര്യമോ സായുജ്യമോ വേറെയുണ്ടോ? അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഏതെങ്കിലും വണ്ട് മോഹിക്കുമോ? ആത്മാവും തമ്മിലുള്ള വിലയനത്തിൻ്റെ ജിം ഇവിടെ തന്നെ ഇരിപ്പാണല്ലോ. മനോരാജ്യത്തിന് ഭംഗം വരുത്തിയ രാജിയുടെ അമ്മയെ അർത്ഥമില്ലാതെ മിഴിച്ചു നോക്കി. അർത്ഥമില്ലാത്ത ഒരു പുഞ്ചിരിയും തൂകി. അവർ നനുത്ത ശബ്ദത്തിൽ ചോദിച്ചു, രാജി എവിടെ പോയി? മിസ്സിസ് ശ്രീധരമേനോൻ വിളിച്ചുകൊണ്ടുപോയി. ഓഹോ, ജിമ്മിന് കിടക്കാറായില്ലേ? അകത്തേക്ക്. ഞാൻ പറഞ്ഞില്ലേ, വേണ്ട, പുറത്തു മതി. നിർബന്ധമാണെങ്കിൽ ശരി, ഏർപ്പാട് ചെയ്യാം. അകത്തേക്ക് പോകാൻ ഭാവിച്ച് അവർ സംശയിച്ചു നിന്നു. ഞാനൊരു കാര്യം ചോദിച്ചാൽ ജിം സത്യസന്ധമായ മറുപടി പറയുമോ? തീർച്ചയായിട്ടും. ജിം ചെവി വട്ടം പിടിച്ചു. ഉള്ളിൽ അകാരണമായ ഉത്കണ്ഠയും പടപടപ്പും തോന്നി. എന്തായിരിക്കാൻ ചോദിക്കാൻ പോകുന്നത്? എന്തുകൊണ്ടോ രാജിയെക്കുറിച്ചായിരിക്കും എന്ന് തോന്നി. ജിമ്മും അശോകനും വലിയ കൂട്ടുകാരല്ലേ? അശോകനെക്കുറിച്ച് ജിമ്മിന് എന്താ അഭിപ്രായം? കേട്ടപ്പോൾ നിരാശ തോന്നി. നിരാശയ്ക്ക് പ്രത്യേക കാരണമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും അശോകനെ ഞാൻ കുറച്ചു കാലമായിട്ടല്ലേ അറിയൂ. ഞാൻ എന്ത് പറയാനാണ്? നിങ്ങൾ അയാളെ ജനനം മുതൽക്കേ അറിയുന്നതാണല്ലോ. അതറിയാം, പക്ഷെ എനിക്കറിയേണ്ടത് അതല്ല. ഇപ്പോഴത്തെ നടപടികളെക്കുറിച്ചാണ്. ഇങ്ങനെ തന്നെ തുടരാനാണോ ആലോചന? എന്താ ഉദ്ദേശ്യം? അതെനിക്കെങ്ങനെ അറിയാം? ജിമ്മിന് എന്താ തോന്നുന്നത്? അവൻ വഴിയെ നേരെയാവുമോ? പെട്ടെന്നൊരു മറുപടി പറഞ്ഞില്ല. ചോദ്യത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് ഏതാണ്ട് ഊഹം കിട്ടി. അപ്പോൾ അശോകൻ കളി പറഞ്ഞതല്ല. അവനെ കൊണ്ട് രാജിയെ കല്യാണം കഴിപ്പിക്കാനുള്ള പ്ലാൻ ശരിക്കുമുണ്ട്. അതായിരിക്കണം രാജിയുടെ അമ്മ അന്വേഷിക്കുന്നത്. ഉള്ളിലൊരു മ്ലാനത തോന്നി. പറയാൻ വിഷമമുണ്ടെങ്കിൽ വേണ്ട. വിഷമത്തിന്റെ പ്രശ്നമില്ല. എന്താണ്ട് പറയേണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അശോകനെ പോലെ തന്നെയാണല്ലോ ഞാനും നടക്കുന്നത്. എൻ്റെ കാര്യമേ എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ എങ്ങനെ മറ്റൊരാളുടെ കാര്യം പറയാനാണ്? അവൻ കഞ്ചാവ് ധാരാളം വലിക്കുമെന്ന് കേൾക്കുന്നു. അത് വാസ്തവമാണോ? വാസ്തവമാണ്. പക്ഷെ അതിലെന്താ? ജിം ചിരിച്ചുകൊണ്ട് തോൾ കുലുക്കി.
കഞ്ചാവ് വലിക്കുന്നത് അശോകൻ മാത്രമല്ലല്ലോ, ഇന്നത്തെ ചെറുപ്പക്കാരൊക്കെ വലിക്കും, ഞാനും വലിക്കും. സിഗരറ്റ് വലിക്കുന്നതിനേക്കാൾ ദോഷകരമൊന്നുമല്ല, അല്ലേ? അങ്ങനെയല്ല എനിക്ക് തോന്നിയിട്ടുള്ളതും ഞാൻ കേട്ടിട്ടുള്ളൂ. സിഗരറ്റ് വലിയും നല്ലതാണെന്നല്ല, പക്ഷേ സഹിക്കാം. കഞ്ചാവ് വലി വയ്യ. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം. അത് പോട്ടെ, ഇത് തുടങ്ങി വെച്ചാൽ നിർത്തിവെക്കാൻ സാധിക്കുമോ? അതോ കറുപ്പ് തിന്നണ പോലെ? അവനവന്റെ ഇച്ഛാശക്തി അനുസരിച്ചിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വേണോ ഇന്ന് നിർത്താം, ഒരു പ്രയാസവുമില്ല. അശോകനോ? അത് ഞാനെങ്ങനെ പറയും? അവന് സാധിക്കുമോന്നാണ് സംശയം. പിന്നെ അവന് കഞ്ചാവ് വലിയല്ലാതെ വേറെന്തെങ്കിലും ദുശീലം ഉണ്ടോ? എനിക്ക് അറിഞ്ഞുകൂടാ. അതിരിക്കട്ടെ, എന്താ ചോദിക്കാൻ കാരണം? അവന്റെ അമ്മ ഇന്നെന്നോട് കുറേ അവലാതി പറഞ്ഞു അവനെപ്പറ്റി, അതുകൊണ്ട് ചോദിച്ചതാ. വേറെ ഒന്നുമില്ല. ജിം അവന്റെ അടുത്ത സുഹൃത്താണല്ലോ. ജിമ്മിന് ചിരി വന്നു, പക്ഷെ അടക്കി പിടിച്ചു. വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞത് തന്നെ വേറെ എന്തോ ഒളിക്കുന്നതിനുള്ള തെളിവാണ്. അല്ലെങ്കിലും അവരുടെ മുഖഭാവം തന്നെ സത്യം വിളിച്ച് പറയുന്നുണ്ട്. അശോകന്റെ അമ്മ ആവലാതിയൊന്നും ആവില്ല പറഞ്ഞത്, കല്യാണക്കാരിയുമായിരിക്കും തീർച്ച. നന്നായാൽ എല്ലാവർക്കും നന്ന്. രാജിയുടെ അമ്മ നെടുവീർപ്പിടുന്ന പോലെ പറഞ്ഞു. ശരി, ഞാൻ ജിമ്മിന് കിടക്കാനുള്ള ഏർപ്പാട് ചെയ്യാം. തിടുക്കമില്ല. സുഭദ്രയമ്മ പോയപ്പോൾ എഴുന്നേറ്റു. കാര്യങ്ങൾ വിചാരിച്ചതിലും വേഗത്തിലാണ് നീങ്ങുന്നത്. അപ്പോൾ തൻ്റെ സ്വപ്നം ആവോ? സ്വപ്നം. തോളൊന്ന് കുലുക്കി മുറ്റത്തേക്ക് ഇറങ്ങി. കീശയിൽ കൈയിട്ട് സിഗരറ്റിന്റെ പെട്ടി തപ്പിയെടുത്തു വെളിച്ചത്തിന്റെ വക്കത്തേക്ക് നീങ്ങി. അശോക് രാജിയെ വിവാഹം? അത്ഭുതം. ഒരു വെമ്പലും അനുഭവപ്പെടുന്നില്ല. താൻ അവളെ പ്രേമിക്കുന്നു. അതെ, പ്രേമിക്കുന്നു. എന്നിട്ടും അശോക് അവളെ വിവാഹം ചെയ്തേക്കുമെന്ന് ആലോചിക്കുമ്പോൾ ഒരു വിമിഷ്ടവും തോന്നുന്നില്ല. അസൂയയുടെ ലാഞ്ചന പോലുമില്ല. അവളെ വിവാഹം ചെയ്യുക എന്നത് തൻ്റെ സ്നേഹത്തിന്റെ ലക്ഷ്യമേ അല്ലെന്ന് വരെ തോന്നിപ്പോകുന്നു. ഇതെന്ത് വിചിത്രഭാവം! മാംസനിബദ്ധമല്ലാത്ത ആത്മീയ ചൈതന്യത്തിൽ മാത്രം പുല്യമാകുന്ന ദിവ്യസ്നേഹമാണോ ഇത്? അങ്ങനത്തെ സ്നേഹമുണ്ടോ? ആവോ? ഒന്നും വ്യക്തമല്ല. ഗാഢമായി ശ്രദ്ധ കേന്ദ്രീകരിച്ച് ചിന്തിക്കണം. അതിനൊരു പുക കൂടിയേ കഴിയൂ. സിഗരറ്റ് ചുണ്ടത്ത് വെച്ച് തീപ്പെട്ടി ഉരയ്ക്കാനൊരുങ്ങി. അല്പം മുമ്പ് പറഞ്ഞ വീരവാദം ഓർമ്മയിൽ ഉദിച്ചു. ഇന്ന് വേണോ ഇന്ന് നിർത്താം, ഒരു പ്രയാസവുമില്ല. ഒരു തോന്നലിന് ചുണ്ടത്ത് വെച്ച് സിഗരറ്റ് എടുത്ത് കീശയിൽ തന്നെ നിക്ഷേപിച്ച് തീപ്പെട്ടിക്കോല് ദൂരെ എറിഞ്ഞു. പറഞ്ഞ വാക്ക് ഇന്നൊരു ദിവസമെങ്കിലും നിറവേറട്ടെ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എനിക്ക് ജിം ഹോപ്പ്മാനെ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്കും അദ്ദേഹത്തെ ഇഷ്ടമായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. അടുത്ത അധ്യായമായി വേഗം എത്താം. താങ്ക് യു സോ മച്ച്. Please like and share and subscribe. Please.